ഈ പെരവാസിലേക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ദിവസമായി ഗൈസ്. പക്ഷെ എനിക്ക് ഇതുവരെ അത് ഇടാൻ പറ്റിയിട്ടില്ല. അതെന്ന് വെച്ചാൽ പെരവാസിലിയുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ ഭയങ്കര ബഹളവും എല്ലാവരും കൂടെ ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിൽ നിറയെ ബഹളവും കലപിലയൊക്കെയാണ്. അപ്പോൾ ഞാനോർത്ത് എന്നാൽ ശരി സൗണ്ട് കട്ട് ചെയ്തിട്ട് ഇടാം, അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ എന്ന്. അതിൽ ഞാൻ കാണിക്കാം ജസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കാം. ആക്ച്വലി ഇതെനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നിട്ടുണ്ടായ ഗിഫ്റ്റ് ആട്ടോ. അവിടെ നിന്ന് 3 പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവന്മാർ തന്ന ഗിഫ്റ്റ് ആട്ടോ. ഈ ഒരു കഥകളിയുടെ ഫ്രെയിം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിവിടെ സെറ്റ് ചെയ്യും. ഈ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വോയിസ് ആട്ടോ. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കണത്. ഇതിങ്ങനെ പൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു, ഇതെന്താ ഗ്ലാസ് ആണ്. പിന്നെ ഇതിൽ പേരൊന്നും ഉണ്ടായിരുന്നില്ല, മിക്ക ഗിഫ്റ്റിലും പേരുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എനിക്ക് കൊണ്ടുവന്ന് ആ കവറിൻ്റെ കളർ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണത്. ഇതിങ്ങനെ പൊട്ടിച്ച് വരുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞാണ് പൊട്ടിക്കുന്നത്. എല്ലാവരും കൂടി ഉള്ളൊരു ടൈമാണല്ലോ. അപ്പോൾ പൊട്ടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് കപ്പും സെറ്റുമാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം പൊട്ടിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇത് മേടിക്കണം, ഇത് വീട് പണി കഴിഞ്ഞ് ഇത് പെരവാസിലേക്ക് ഈ ഒരു ആളെ മേടിക്കണമെന്ന് എനിക്ക് ആ സിറ്റുവേഷനിൽ മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ എടുക്കുന്ന സമയത്തെ ഇത് ഞാൻ അവിടെ കൊടുക്കാട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളായിട്ട് ഇത് തന്നിട്ടുണ്ടായിരുന്നു റെനീറ്റ. എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഗിഫ്റ്റ്. ഇതെനിക്ക് ഓൾറെഡി അറിയാം കേട്ടോ, വൃന്ദ തന്ന ഗിഫ്റ്റായിരുന്നു. ഓൾറെഡി അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ മേടിച്ചേക്കണേ, ഇതാ നിനക്ക് തന്നേക്കണേന്ന്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം എന്താണ് അവൾ തന്നേന്ന്. ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നല്ല രീതിക്ക് എനിക്ക് ഉപകാരപ്പെട്ടിട്ട് എല്ലാവരുടെയും വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ട, പെൺപിള്ളേരെല്ലാം വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ട ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഇത് ഞങ്ങളുടെ കസിൻസ് തന്നിട്ടുണ്ടായ ഗിഫ്റ്റാട്ടോ. ഒരു ഫോട്ടോ ഫ്രെയിം അനിലേക്ക് തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണേ. ഞാൻ പറഞ്ഞില്ലേ ആ കൃഷ്ണൻ്റെ രാധേനെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു അതേ മോഡൽ തന്നെ ഒരു ഫ്രെയിം ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് അതുല്യൊക്കെ തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാട്ടോ. എനിക്കറിയത്തില്ല അവളെങ്ങനെ എൻ്റെ മനസ്സറിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നെന്ന്. ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നൊരു സ്പ്രേ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇതാണ് ആ ഗിഫ്റ്റ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിക്കുമ്പോഴുള്ള എൻ്റെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അവൾ എനിക്കൊരു ഫോട്ടോ ഫ്രെയിം, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയുടെ ഒരു ഫ്രെയിമാട്ടോ തന്നിട്ടുണ്ടായിരുന്നു. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്കില്ലേ കുറേ പാത്രങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ, ജഗ്, മഗ്ഗൊക്കെ. അതൊന്നും ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. പാത്രങ്ങളിൽ പലതിനും പേരുണ്ടായിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ പാത്രം കൂടി കാണിക്കണമെങ്കിൽ ശരിക്കും വീഡിയോ ലോങ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഉരുളി, കപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ജഗ്, ഒരു ഫാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മിക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ എല്ലാവരും കൂടിയിട്ടാട്ടോ ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.